പെറ്റമ്മയും ഇളയ സഹോദരിയും ചേർന്ന് മൂത്ത മകളെയും 7 വയസ്സുകാരിയായ മകളെയും തെരുവിലേക്ക് ഇറക്കി വിട്ടതായി ആരോപണം. ഉടുക്കുവാൻ തുണിയും സ്കൂളിൽ പോകുവാൻ പുസ്തകവും എടുക്കാൻ കഴിയാതെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഈ അമ്മയും മകളും തെരുവിൽ കഴിയുകയാണ്. കായംകുളം വളഞ്ഞറക്കാവിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇതോ ഇത് എന്തുവായിരുന്നു, അമ്മ ആദ്യം കൈ അടിച്ചപ്പോ കുട്ടികളെ കൊണ്ട് കൈ അപ്പൊ എന്തായിരുന്നു, അപ്പൊ അമ്മ ഇനി വേണ്ട നീ തൊടലെന്ന് പറഞ്ഞു. അമ്മയുടെ കയ്യെ പോലും തൊടലെന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലെ വൈകിട്ട് ഞാനും മോളുടെ ഫ്രണ്ട് റോഡിലോട്ട് മാത്രമേ ഒന്ന് ഇറങ്ങിയേ ഉള്ളൂ. ഞങ്ങൾ അവിടെ നടന്നേച്ച് തിരിച്ചു വന്ന് കയറി. അന്ന് അവിടെ ഇരിക്കാൻ വന്ന് ഇങ്ങോട്ട് നമ്മുടെ അയ്യത്തോട്ട് കാല് കഴിച്ചപ്പോഴാണ് ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല, ഇവിടെ ഇരിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ എനിക്ക് തുറക്കുവാണെങ്കിൽ തുണിയൊക്കെ വെക്കാനായിട്ട് ഞാനൊരു ബാഗ് വാങ്ങിച്ച് വെച്ചിരുന്നു. അത് മൊത്തത്തിൽ എടുത്ത് അയ്യത്തുകൊണ്ട് കളഞ്ഞു. അപ്പം ഞാനവിടെ എൻ്റെ മൊബൈലോട് എടുത്ത് വീഡിയോ പിടിക്കാൻ വേണ്ടി എടുത്തതും ഇവർ വന്നത് ദേഷ്യപ്പെട്ടൊന്ന് പിടിച്ചു പറിക്കുകയും അപ്പം സംഭവിച്ച ഈ മുറിവ്. ശ്രീവിദ്യ എവിടെ, വീട് എവിടെയാ? വളഞ്ഞിരക്കാവ്. ഇപ്പം എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്? എന്താണ്? പക്ഷെ ഞാൻ നമ്മൾ താമസിച്ചിട്ടുന്ന റൂം അവർ പൂട്ടിയിട്ട്, വീട്ടുകാർ പൂട്ടിയിട്ട് കുഞ്ഞിനെ പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല. എനിക്ക് ഡ്രസ്സ് മാറാൻ പറ്റുന്നില്ല. ഇവർ ഡ്രസ്സ് ഇപ്പോൾ ഒരാഴ്ച കൂടുതലായി. ഞാനിന്ന് ഒരാഴ്ച പുറത്തായി. ഇന്ന് വെള്ളിയാഴ്ച അല്ലയോ, കഴിഞ്ഞ വെള്ളിയാഴ്ച അല്ല, കഴിഞ്ഞ അങ്ങേ ചൊവ്വാഴ്ച. ഈ ചൊവ്വാഴ്ച ആയപ്പോൾ ഒരാഴ്ചയായി. എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാനുള്ള കാരണം? ഇറങ്ങാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരിക്ക് ഓഹരി തിരിച്ചു കൊടുത്തത് കൊണ്ട് നമ്മളവിടെ താമസിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് അവർ എൻ്റെ വീട്ടിൽ താമസിക്കാൻ പാടില്ല ഇറങ്ങിക്കൊടുത്ത്. വീട് വെക്കോ എന്ത് ചെയ്താലും അവർക്കറിയണ്ട. നമ്മളിപ്പോൾ എവിടെ താമസിക്കുന്നവർക്കറിയണ്ട. അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു കൊടുക്കണം. അവർക്കൊരു ബുദ്ധിമുട്ടാണ് നമ്മളവിടെ താമസിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത്. ഒരു സഹോദരിയുള്ളൂ? ഒരു സഹോദരിയുണ്ട്. ഇപ്പം എന്താണ് നിലവിലുള്ള പ്രശ്നം? എന്താണ് ഇപ്പോൾ അവിടുന്ന് അവരെ ഇറക്കി വിടാനുള്ള കാരണം എന്താണ്? അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ ഒരു കാരണം ഉണ്ടായിരിക്കില്ല. ആ കാരണം എന്താണ്? മുതൽ ഫസ്റ്റ് ടൈം വഴക്ക് ഇങ്ങനെ നമ്മൾ ഭർത്താവുമായിട്ട് പിണങ്ങി പിന്നെ ഇവരെന്നെ വിളിച്ചുകൊണ്ട് വന്ന് നിർത്തി നിരന്തരം പുള്ളി വഴക്കായിരുന്നു. എൻ്റെ എന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ ആളോട്ടേ അവരുടെ വീട്ടുകാരും പുള്ളിയെല്ലാം മാറി തിരിഞ്ഞെല്ലാം വഴക്കായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ താമസിക്കാൻ പറ്റാതെ വന്നപ്പോൾ നമ്മൾ വാടകയ്ക്ക് വീടെടുത്ത് മാറി താമസിച്ചപ്പോഴും ഇതേ പ്രശ്നങ്ങൾ തന്നെ വന്ന് ഒരുപാട് ഉപദ്രവം നടന്നതിന് ശേഷമാണ് ഇനി അടിച്ച് കാലിലെല്ലൊക്കെ സംഭവിച്ച സമയത്താണ് ഇവർ വിളിച്ചുകൊണ്ട് വന്നത്. വിളിച്ചുകൊണ്ട് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഇവർ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പം ഇവിടുന്ന് നമ്മൾ ഒരാളെയും കൂട്ടിക്കൊണ്ടാണ് അവിടെ പോയി ഡ്രസ്സ് വരെ വാരിക്കൊണ്ട് വന്നത്. അത് ഇവർ തന്നെയാണ് എടുത്തുകൊണ്ട് വന്നത്, എല്ലാ സാധനങ്ങളും എടുത്തുകൊണ്ട് വന്നത്. അപ്പം അത് കഴിഞ്ഞ് നമുക്ക് ബന്ധം ഒഴിയാൻ വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു ഇവിടെ നിന്നത്. ഇതിപ്പോൾ കഴിഞ്ഞ ഒരു 6 മാസം ആറായപ്പോഴത്തേക്ക് വീണ്ടും ഇവർ പ്രശ്നങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഓരോന്നോരോന്ന് വന്ന് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വഴക്കിൻ്റെ റീസൺ. അപ്പോൾ ആദ്യത്തെ തവണ എൻ്റെ കൊച്ചിൻ്റെ ബുക്കും പുസ്തകവും തുണിയെല്ലാം അവരൊന്ന് പൂട്ടിയ വീട്ടിലിട്ടിരുന്നു. അന്ന് നമ്മളിവിടെ സ്റ്റേഷനിലെ കേസ് കൊടുത്ത് അങ്ങനെ അന്നേരം ഇപ്പം അവരെന്ന് പറഞ്ഞ് ഞാൻ പറയുന്ന കള്ളം എൻ്റെ ഈ ചാവി ഉണ്ടായിട്ട് ഞാനത് മാറ്റി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ എല്ലായിടത്തും നടന്ന് ബന്ധുക്കാരുടെ അടുത്തെല്ലാം പറഞ്ഞ് കരഞ്ഞ് എനിക്ക് നീ എവിടെയൊക്കെ മുട്ടാവോ അത്രത്തോളം ഞാൻ മുട്ടി. ലാസ്റ്റ് ഞാനത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇനി ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്, ഇനി ഇന്ന് തുറന്നു വന്നില്ലെങ്കിൽ ഞാൻ ഇനി ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞു. അപ്പം പിറ്റേന്ന് ഞായറാഴ്ച സ്റ്റേഷനിൽ വരണമെന്ന് 10 മണിക്ക് വരണമെന്ന് പറഞ്ഞ സമയത്ത് ഞങ്ങളുടെ വല്യച്ഛൻ ഒരു കൊല്ലനെയും കൊണ്ടുവന്ന് ഈ പൂട്ട് കുത്തിപ്പൊളിച്ച് എനിക്ക് സാധനങ്ങൾ എടുത്ത് തന്നെ അങ്ങനെ വീടിൻ്റെ ഇരുത്തിൻ്റെ അവിടെ ഒരു റൂമിനകത്ത് ഞങ്ങൾ താമസമായത്. എന്നിട്ട് വീട് വെച്ച് മാറാണ്. അപ്പം നമ്മൾ ഇങ്ങനെ വീട് വെക്കാനുള്ള നോക്കിയപ്പോൾ ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന ബഡ്ജറ്റ് നിൽക്കത്തില്ല, എനിക്കൊരു ചെറിയ വീട് മതി, അപ്പം അതിൽ കൂടുതൽ ഇതാവും എന്ന് അവർ വന്ന് നോക്കിയിട്ട് പറഞ്ഞത്. അപ്പം അത്രയും ഇത് ഇതിനകത്ത് പാടായതുകൊണ്ട് ഇച്ചിരി താമസം എടുക്കും, ഉടനെ ഒന്നും നടക്കത്തില്ല. ചെയ്തു തരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്ത് താമസം മാറത്തക്ക രീതിയിൽ നടക്കും. അപ്പം നമ്മുടെ ഇവിടെ വഴിക്കൊരു ചെറിയ തർക്കമുള്ളതുകൊണ്ടൊരു കോടതിയിൽ കേസിലിരിക്കുക. അപ്പം ആ വഴി നേരെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വീട് വെക്കും, വണ്ടി മുറ്റത്ത് വന്ന് കയറും. അപ്പം അന്നേരം അത് അവർക്ക് പറ്റത്തില്ല, അതൊന്നും അവർക്ക് അറിയണ്ട എന്നുള്ളത്. അല്ലെങ്കിൽ വാടകയ്ക്ക് മാറുക. അപ്പം ഈ കൊച്ചിനെയും കൂടെ നമ്മൾ വാടക വീട്ടിലൊക്കെ ചെറുക്കെ ചെല്ലുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് കിട്ടാനാണ്. പൊടിക്കൊച്ചും കൂടെ ആയതുകൊണ്ട് അപ്പം അതിനെ ജോലിക്ക് പോകാൻ പാനി ഏൽപ്പിച്ചിട്ട് പോകുന്നൊരു ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ അവിടെ തന്നെ താമസിച്ചുകൊണ്ടാണെങ്കിൽ അവിടെ ഒരു വീട് വെക്കുമ്പോൾ ഇവർക്കൊരു ഇച്ചിരി ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുക. പക്ഷെ അകത്തോട്ട് നീങ്ങി ഞങ്ങളുടെ വീട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ തന്നെ ചെയ്യാം. മോള് 2-ല്. സ്കൂളിൽ പോകാൻ റൂം പോട്ടേക്ക് എവിടെ? വീട്ടിലോ? എനിക്ക് സോസും ഷൂ ഇടാനുണ്ടായിരുന്നു, അത് വന്നതിരിക്കുക. ചേട്ടൻ്റെ പല ചെരുപ്പൊക്കെ വന്നതിരിക്കുക. ചേട്ടൻ അച്ഛൻ്റെ കൂടെ പോയി. ഇതെന്താ തുറന്നെടുക്കാൻ? എന്താ പിന്നെ
തുറന്നെടുക്കാൻ കുഞ്ഞാട് തുറന്നെടുത്തില്ലെന്ന് പറഞ്ഞു. ആര് പറഞ്ഞാലും തുറന്നെടുത്തില്ലെന്ന് പറഞ്ഞു. ഈടാ, അപ്പോൾ പുസ്തകം ഇല്ലാത്തതുകൊണ്ടാണ് സ്കൂളിൽ പോകാത്തത്? എല്ലാം കഴിച്ചായിരുന്നോ? കഴിച്ചായിരുന്നോ? എല്ലാം കഴിച്ചായിരുന്നോ? നേരത്തെ ഞങ്ങൾ ചോറ് കഴിച്ചായിരുന്നു. ചോറ് കഴിച്ചായിരുന്നോ? ഈ ഉടുപ്പൊക്കെ ഇട്ടിട്ട് എത്ര ദിവസമായി? അത് എന്തായിരുന്നു, ഒരു ദിവസമായി. വേറെ ഉടുപ്പില്ലേ ഇപ്പോൾ ഇടാൻ? തുറന്നു തരാത്തതുകൊണ്ടാണ് വേറെ ഉടുപ്പില്ലാത്തത്. അപ്പോൾ ഈ കൈക്ക് എന്ത് പറ്റിയതാണ്? ഇത് കൈക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 2 ദിവസത്തേക്ക് മുന്നേ, 3 ദിവസമാണ്, 3ാമത്തെ ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വൈകുന്നേരം ഇതുപോലെ അപ്പം ഞാൻ എനിക്ക് ഈ ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങ് ചൊറിച്ചിൽ സഹിക്കാൻ വേ വന്നപ്പോഴത്തേക്ക് ഞാൻ ഇവിടെ കൺട്രോളിൽ ഒന്ന് വിളിച്ചു, സാറേ എനിക്ക് ആ റൂം എങ്ങനെ തുറന്നു തരണം എന്ന് പറഞ്ഞു. അപ്പം അവിടെ ഒരു 4 മണി സമയമായപ്പോഴത്തേക്ക് പോലീസുകാർ വന്നു, 3 പേര് വന്ന് ചോദിച്ചവൻ പറഞ്ഞ് അത് ഇളയ മോളുടെ കയ്യിലാണ് ചാവി, അവൾ വരാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അന്നേരം അവൻ്റെ അടുത്ത് പറഞ്ഞ് വൈകിട്ട് 7 മണി കഴിയുമ്പം എന്നെ ഒന്ന് വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഇതുപോലെ വൈകിട്ട് ഞാനും മോളുടെ ഫ്രണ്ട് റോഡിലോട്ട് മാത്രമേ ഒന്ന് ഇറങ്ങിയേ ഉള്ളൂ. ഞങ്ങൾ അവിടെ ഒക്കെ നടന്നു വെച്ച് തിരിച്ച് വന്ന് കയറി. അന്ന് അവിടെ ഇരിക്കാൻ വന്ന് ഇങ്ങോട്ട് നമ്മുടെ അയ്യത്തോട്ട് കാല് കഴിച്ചപ്പോഴാണ് ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ല, ഇവിടെ ഇരിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ എനിക്ക് തുറക്കുവാണെങ്കിൽ തുണിയൊക്കെ വെക്കാനായിട്ട് ഞാനൊരു ബാഗ് വാങ്ങിച്ച് വെച്ചിരുന്നു. അത് മൊത്തത്തിൽ എടുത്ത് ഇതുകൊണ്ട് കളഞ്ഞു. അപ്പം ഞാനവിടെ എൻ്റെ മൊബൈലോട് എടുത്ത് വീഡിയോ പിടിക്കാൻ വേണ്ടി എടുത്തതും ഇവർ വന്നത് ദേഷ്യപ്പെട്ടൊന്ന് പിടിച്ചു പറിക്കുകയും അപ്പം സംഭവിച്ച ഈ മുറിവ് ആക്രമിച്ചതാണ്. എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിലുണ്ട് പാട്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ടാണോ നിങ്ങൾ ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ച കൂടുതലായി? മോളും ആ ഡ്രസ്സ് തന്നെ, കാരണം നമ്മൾ കുളിച്ചിട്ട് പിന്നെ ഇത് തന്നെ എടുത്തിരുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ നിലവിലുള്ള ആവശ്യം എന്താണ്? എനിക്കത് തുറന്ന് എൻ്റെ സാധനങ്ങൾ എടുക്കണം. കാരണം എനിക്ക് തൽക്കാലം താമസിക്കാനുള്ള ഒന്നുകിൽ എനിക്ക് അവിടെ ശരിയാക്കി തരണം, അല്ലെങ്കിൽ അതിനുള്ള സ്ഥലം എനിക്ക് വേണം. ഇപ്പം മോള് സ്കൂളിലൊക്കെ പോയിട്ട് എത്ര കാലമായി? മോളിപ്പോൾ ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ്, ഒരാഴ്ച കൂടുതലായി സ്കൂളിൽ പോയിട്ട്. അപ്പോൾ സ്കൂളിൽ ആരും വിളിക്കുകയൊന്നും ചെയ്യുന്നില്ല? വിളിച്ചായിരുന്നു. എന്താ പറ്റിയത് കയ്യിൽ? ഇതോ, ഇത് എന്തുവായിരുന്നു, അമ്മ ആദ്യം കൈ അടിച്ചപ്പോ കുപ്പിയാളെ കൊണ്ട് കയ്യെ. അപ്പൊ എന്തായിരുന്നു, അപ്പൊ അമ്മ ഇനി വേണ്ട നീ തൊടലെന്ന് പറഞ്ഞു. അമ്മയുടെ കയ്യെ പോലും തൊടലെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? കുഞ്ഞാനി. എന്തായിരുന്നു, അപ്പൊ എന്നെ അടിച്ചു. ഇത് എങ്ങനെ പറ്റിയെന്ന് അറിയത്തില്ല. ഞാൻ എന്റെ കൈ ഇതുവരെ കുഞ്ഞാനി തൊട്ടത്തില്ല. ഇല്ല, പിന്നെ ഇത് എങ്ങനെ അടിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഇവിടെ വേനെടുത്തപ്പോ എനിക്ക് ഇവിടെ വേനെടുത്ത്